everyone, welcome back to my channel Learn and Slay. എന്നെടുക്കാൻ പോകുന്നത് BPAG 171 യൂണിറ്റ് 3 നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അതിന് മുന്നേ ആയിട്ട് ആർക്കെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, വളരെ ഹെൽപ്ഫുള്ളായ നോട്ട്സാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ്, എന്തായാലും ഹെൽപ്ഫുള്ളാവും. സോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ് 3 നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിനെ 4 മെയിൻ ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജിയോ ഫിസിക്കൽ, പിന്നെ ഹൈഡ്രോളജിക്കൽ, പിന്നെ ക്ലൈമറ്റോളജിക്കൽ ആൻഡ് ഫോർത്ത് വൺ ഈസ് ബയോളജിക്കൽ. ഇങ്ങനെ 4ആയിട്ടാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. These disasters originate from Earth's internal process and include earthquake, volcanic activity, landslides and tsunamis. ഇതെന്ന് പറയുന്നത് ഭൂമിയുടെ തന്നെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രോസസ്സ് കാരണം വരുന്ന ഡിസാസ്റ്റേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ ഭൂമി കുലുക്കം പോലെ, വോൾക്കാനിക് ആക്ടിവിറ്റി പോലെ, ലാൻഡ് സ്ലൈഡ് പോലെ, സുനാമീസ് പോലെ. ഓക്കെ, ഇതിൽ എർത്ത് ക്വേക്ക് ആർ കോസ്ഡ് ബൈ റോക്ക് റപ്ചേഴ്സ് അലോങ് ഫോൾട്ട് പ്ലെയിൻസ്. എർത്ത് ക്വേക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കല്ല് പൊട്ടുമ്പോഴാണ് അല്ലേ. കോസ്ഡ് ബൈ റോക്ക് റപ്ചേഴ്സ് അലോങ് ഫോൾട്ട് പ്ലെയിൻസ് ആൻഡ് ദെയർ മാഗ്നിറ്റ്യൂഡ് ഈസ് മെഷേർഡ് യൂസിങ് സിസമിക് ഡാറ്റ. അങ്ങനെ നമുക്ക് ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ അതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതിനെ മെഷർ ചെയ്യുന്നത് അതിൻ്റെ സീസ്മിക് ഡാറ്റ വെച്ചിട്ടാണ്. ഓക്കെ, നോട്ടബിൾ ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ദ ഗ്രേറ്റ് ചിലിയൻ എർത്ത് ക്വേക്ക്, ദ ലാർജസ്റ്റ് റെക്കോർഡഡ് എർത്ത് ക്വേക്ക് വിത്ത് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 9.5. അപ്പോൾ ഇപ്പം ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു എർത്ത് ക്വേക്കാണ് ഗ്രേറ്റ് ചിലിയൻ എർത്ത് ക്വേക്ക്. 1960 നടന്നതാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതിനെ മെഷർ ചെയ്തപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയത് 9.5 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ സച്ച് ആസ് ടാംബോറ. 1815 നടന്ന ടാംബോറ വിച്ച് കോസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ക്ലൈമറ്റിക് ഇമ്പാക്ട്സ്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് തരത്തിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, വെതറിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫാറ്റലിറ്റീസ്. ഓക്കെ, ലാൻഡ് സ്ലൈഡ് ഓൾസോ നോൺ ആസ് ലാൻഡ് സ്ലിപ്സ്. ലാൻഡ് സ്ലൈഡിൻ്റെ മറ്റൊരു പേരാണ് ലാൻഡ് സ്ലിപ്സ് അല്ലെങ്കിൽ സ്ലംസ് ഓർ സ്ലോപ്പ് ഫെയിലിയേഴ്സ്. ഇങ്ങനെ പല പേരും ലാൻഡ് സ്ലൈഡിനുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് എർത്താണ് അല്ലെങ്കിൽ റോക്ക്, കല്ലിൻ്റെയോ ഭൂമിയുടെയോ ഒരു മൂവ്മെൻ്റാണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ റേഞ്ച് ഫ്രം സ്ലോ ഗ്രാജുവൽ സ്ലൈഡ്സ് ടു സഡൻ. അതിൻ്റെ റേഞ്ച് എങ്ങനെയാക്കാം? ചിലപ്പം ചെറിയൊരു സ്ലോ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം പെട്ടെന്നുള്ളൊരു ലാൻഡ് സ്ലൈഡ് ആയിരിക്കാം. ഓക്കെ, വിത്ത് ദ ലാറ്റർ ബീങ് മോർ ഹസാർഡസ് ഡ്യൂ ടു ദെയർ സ്പീഡ് ആൻഡ് ഇമ്പാക്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഇത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട്. ഓക്കെ, ടൈപ്പ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് ഇൻക്ലൂഡ് എർത്ത് സ്ലൈഡ്സ്, റോക്ക് ഫോൾസ് ആൻഡ് ഡെബ്രിസ് ഫോൾസ്. പലതരത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. എർത്ത് സ്ലൈഡ്സ്, റോക്ക് ഫോൾസ് ആൻഡ് ഡെബ്രിസ് ഫോൾസ്. ഓക്കെ, ഇനി വിച്ച് ക്യാൻ കോസ് മേജർ മൈനർ ഡിസ്റപ്ഷൻസ് ഓർ സിവിയർ സോഷ്യൽ ആൻഡ് എക്കണോമിക് കാറ്റസ്ട്രോഫ്സ്. അതായത് ഇത് ചിലപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു എന്താ പറയുക ചെറുതായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം സിവിയർ ആയിട്ടും സോഷ്യലിനെയും എക്കണോമിക്കിനെയും ബാധിക്കാനും മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നാച്ചുറൽ ട്രിഗേഴ്സ് ഫോർ ലാൻഡ് സ്ലൈഡ്സ് ഇൻക്ലൂഡ് ഇൻക്രീസ്ഡ് ഗ്രൗണ്ട് വാട്ടർ പ്രഷർ. ഒരു നാച്ചുറൽ ട്രിഗർ എന്താ? ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഒരു നാച്ചുറലിൻ്റെ ഒരു ട്രിഗർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ, നമ്മൾ അടിത്തട്ടിൽ വെള്ളമില്ലേ, അതിൻ്റെ പ്രഷർ കൂടുമ്പോൾ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാം. അല്ലെങ്കിൽ ലോസ് ഓഫ് വെജിറ്റേഷൻ ഉണ്ടാകുമ്പോൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇറോഷൻ ബൈ റിവേഴ്സ് ഓർ വേവ്സ്, അല്ലെങ്കിൽ സ്നോ ഓർ ഗ്ലാഷ്യർ സ്നോ മെൽറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹെവി റെയിൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കാം? ലാൻഡ് സ്ലൈഡ് ട്രിഗർ ആവാം. പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, പുവർ കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ്, വൈബ്രേഷൻ ഫ്രം മെഷീനറി, ആൾട്ടറിങ് സ്ലോപ്പ് ഷേപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും എന്ത് സംഭവിക്കാം? ലാൻഡ് സ്ലൈഡ് സംഭവിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റർ. അതായത് ഭൂമിയുടെ ഇൻറ്റേർണൽ പ്രോസസ്സിനൂടെ എന്ത് ട്രിഗർ ആകുകയാണ്? ഡിസാസ്റ്റർ ട്രിഗർ ആകുകയാണ്. ഇതാണ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റർ. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഏതാണ്? ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റർ. ഇതെന്ന് പറയുന്നത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡിസാസ്റ്റേഴ്സാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഈസ് അവലഞ്ചസ്. അവലഞ്ചസ് എന്ന് പറയുന്നത് ഒരു റാപ്പിഡാണ്. റാപ്പിഡ് ഓഫ് സ്നോ ഡൗൺ എ മൗണ്ടൻ സൈഡിൽ നിന്ന് റാപ്പിഡായിട്ട് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സിമിലർ ടു എ ലാൻഡ് സ്ലൈഡ് ബട്ട് ഇൻവോൾവിങ് സ്നോ. ഇത് ലാൻഡ് സ്ലൈഡ് പോലെയാണ്, പക്ഷേ ഇതിലെന്താണ് ഉണ്ടാവുക? മഞ്ഞാണ് ഉണ്ടാവുക.
ആസ് ഇറ്റ് മൂവ്സ് ഡൗൺ ഹിൽ ആൻഡ് അവലഞ്ചെ ഗെയിൻ സ്പീഡ് ആൻഡ് ഫോഴ്സ്. അത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതെന്ത് ചെയ്യും, ഫോഴ്സും സ്പീഡും കൂട്ടും. ടേണിങ് ഈവൻ സ്മോൾ സ്നോ സ്ലൈഡ്സ് ഇൻ ടു സിഗ്നിഫിക്കൻറ്റ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ചെറിയൊരു സ്നോ സ്ലൈഡ് തന്നെ വലിയൊരു ഡിസാസ്റ്ററിലേക്ക് മാറാനും മതി എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് 2 ടൈപ്പ് അവലഞ്ചസ് ഉണ്ട്. ഒന്ന് സർഫേസ് അവലഞ്ച്, പിന്നെ ഫുൾ ഡെപ്ത്. അതിൽ സർഫേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒക്കേഴ്സ് വെൻ എ സ്നോ ലെയർ സ്ലൈഡ്സ് ഓവർ അനദർ ലെയർ വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഡ്രൈ സ്നോ ഓവർ വെറ്റ് സ്നോ. അതായത് 2 തരത്തിലുള്ള സ്നോ ടൈപ്പുകൾ ഒരുമിച്ച് വരുന്നത്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാണ്, ലെയർ ചെയ്തിട്ട് വരുന്നതിനെയാണ് ഈ സർഫേസ് അവലഞ്ച് എന്ന് പറയുന്നത്. ഒരു ഡ്രൈ സ്നോവും ഒരു വെറ്റ് സ്നോവും തമ്മിൽ ഒരുമിച്ചിട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി അല്ലേ രണ്ടും, ആ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി എന്താണ്, ഒക്കർ ചെയ്യാണ്. ഓക്കെ, ഒന്ന് മറ്റൊന്നിനെ ലെയർ ചെയ്യും. ഓക്കെ, ഇനി ഫുൾ ഡെപ്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇതൊരു എൻറ്റയർ ആയിട്ടുള്ളൊരു സ്നോ കവറാണ്. ഫ്രം ദ സർഫേസ് ടു ദ ഗ്രൗണ്ട് സ്ലൈഡിങ് ഓൺ. ഗ്രൗണ്ടിൻ്റെ സർഫേസ് മുതൽ താഴേക്ക് വരുന്നൊരു എൻറ്റയർ ആയിട്ടുള്ള സ്നോ കവറിനെ നമുക്ക് ഫുൾ ഡെപ്ത് അവലഞ്ച് എന്ന് പറയാൻ പറ്റും. അവലഞ്ച് ക്യാൻ എൻഡ്രെയിൻ ഐസ്, റോക്സ്, ട്രീസ് ആൻഡ് ഡെബ്രിസ് ബിക്കമിങ് ഹൈലി ഡിസ്ട്രക്റ്റീവ്. ഇത് എന്താക്കാം, വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഭൂമിക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ദ ടിപ്പിക്കലി ഒക്കേർഡ് ഓൺ സ്റ്റീപ്പ് സ്ലോപ്സ് വിത്ത് ഹെവി സ്നോ അക്യുമുലേഷൻ. ഈ ഒരുപാട് മഞ്ഞുകളൊക്കെ കുമിഞ്ഞുകൂടിയ സ്ഥലത്തൊക്കെയാണ് ഇത് അധികവും കാണാറുള്ളത്. ദ പ്രോബബിലിറ്റി ഓഫ് അവലഞ്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 മെയിൻ ഫാക്ടേഴ്സ്. ഇതെങ്ങനെയൊക്കെ സംഭവിക്കാം, ഒന്നുകിൽ സ്നോൻ്റെ കണ്ടീഷനിലൂടെ, അല്ലെങ്കിൽ സ്ലോപ്പിൻ്റെ ഒരു ആംഗിൾ പോലെ, അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ ട്രിഗർ, വെതറോ അല്ലെങ്കിൽ വൈബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ട്രിഗർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ലോപ്പിൻ്റെ ആംഗിളിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ സ്നോൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, ഇങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ട് അവലഞ്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ട്രിഗറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്നതാണ് 3rd വൺ ആണ് ക്ലൈമറ്റോളജിക്കൽ ഡിസാസ്റ്റർ. ഇതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്ട്രീം ടെമ്പറേച്ചറാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം എക്സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ചൂടധികമാകുന്നതാണ് അല്ലേ. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും, ഹീറ്റ് വേവും ഇൻക്ലൂഡ് ആവും, കോൾഡ് വേവും ഇൻക്ലൂഡ് ആവും. ബോത്ത് ഓഫ് വിച്ച് ക്യാൻ കോസ് സിഗ്നിഫിക്കൻറ്റ് ഹാം ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇത് മനുഷ്യ ജീവിതത്തിനെയും പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടിനെയും എന്താക്കാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസാസ്റ്ററാണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഹീറ്റ് വേവ് എന്താണെന്ന് പറയാം. ഹീറ്റ് വേവ് എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് എക്സസീവ്ലി ഹോട്ട് ആൻഡ് ഓഫൺ ഹ്യൂമിഡ് വെതറാണ്. അതായത് കുറേ നാളത്തേക്ക് തന്നെ ഒരു ചൂട് നിലനിൽക്കുന്നത്, എക്സസീവായിട്ട് സഹിക്കുന്നതിനും അപ്പുറം ചൂട് നിലനിൽക്കുന്നതിനെയാണ് എന്ത് പറയുക, ഹീറ്റ് വേവ് എന്ന് പറയുക. ദേ സ്ട്രെസ് ദ ഹ്യൂമൻ ബോഡി ലീഡിങ് ടു ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ്. ഇതെന്ത് ചെയ്യും, മനുഷ്യ ശരീരത്തിന് സ്ട്രെസ് ആക്കും അല്ലേ. അതായത് ഒരുപാട് ചൂടുണ്ടാകുമ്പോൾ നമുക്കറിയാം പല രോഗങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. പെർട്ടിക്കുലർലി ഇൻ വൾണറബിൾ ഗ്രൂപ്പ്സ് ലൈക്ക് ഓൾഡർ അഡൾട്ട്സ്. അധികവും പ്രായമായവരിൽ, പിന്നെ കുട്ടികളിൽ, അതുപോലെ തന്നെ രോഗികളിൽ, ഇങ്ങനെയുള്ളവരിൽ ഈ ചൂട് കൂടുമ്പോൾ അവർക്ക് ഒരുപാട് ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരും. ഓക്കെ, അർബൻ ഏരിയാസ് ഫേസ് ഹയർ റിസ്ക് ഡ്യൂ ടു പുവർ എയർ ക്വാളിറ്റി. ഇത് കൂടുതൽ ഏത് സ്ഥലത്തെയാണ് ബാധിക്കുന്നത്, അർബൻ ഏരിയയാണ് ബാധിക്കുന്നത്. കാരണം അവിടുത്തെ എയർ ക്വാളിറ്റി എന്താണ്, വളരെ മോശമാണ് അല്ലേ. പിന്നെ നമുക്ക് പറയാം അർബൻ ഹീറ്റ് ഐലാൻഡ് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയാറുള്ളത്. വെർ അസ്ഫലറ്റ് ആൻഡ് കോൺക്രീറ്റ് റീറ്റെയിൻ ആൻഡ് റിലീസ് ഹീറ്റ്. അവിടുത്തെ കോൺക്രീറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ട്. കോസിങ് എലവേറ്റഡ് നൈറ്റ് ടൈം ടെമ്പറേച്ചർ. ഇതുമൂലം എന്താവും, രാത്രി കാലങ്ങളൊക്കെ വളരെ ചൂട് അനുഭവപ്പെടും അർബൻ ഏരിയാസിൽ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് എന്ത്, കോൾഡ് വേവ്സ് ആൻഡ് വിൻ്റർ സ്റ്റോംസ്. കോൾഡ് വേവ്സ് എന്ന് പറയുന്നത് ദീസ് ഇൻവോൾവ് പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് എക്സ്ട്രീം കോൾഡ്. ഇതൊരു എന്താണ്, ക്ലൈമറ്റോളജിക്കൽ ഡിസാസ്റ്റർ ആണ് അല്ലേ. അതായത് വളരെയധികം തണുപ്പ് കൂടുന്നതും എന്താണ്, ഒരു ഡിസാസ്റ്റർ തന്നെയാണ്. എക്സ്ട്രീം കോൾഡ് ഓർ സഡൻ ഇൻവെൻഷൻ ഓഫ് കോൾഡ് എയർ, കോൾഡ് വേവ്സ്, ഫ്രോസ്റ്റ് ആൻഡ് ഹെവി സ്നോഫോൾ ക്യാൻ ഡാമേജ് ക്രോപ്സ്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ കൊണ്ടുവരാം, ക്രോപ്സിൽ അല്ലെ, അഗ്രികൾച്ചറിൽ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ, പ്രോപ്പർട്ടിയിൽ, എങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതെന്ത് കൊണ്ടുവരാം, നാശങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഇതും ഒരു ക്ലൈമറ്റോളജിക്കൽ ഡിസാസ്റ്ററായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അടുത്തതാണ് ഡ്രോട്ട്സ്. ഡ്രോട്ട്സ് എന്ന് പറയുന്നത് എന്താ, വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് അല്ലേ, വാട്ടർ ഷോർട്ടേജ് സംഭവിക്കുന്നതാണ്. ഇതിനെ നമുക്ക് പല ടൈപ്പിലായിട്ട് പറയുന്നുണ്ട്. ഒന്ന് മെട്രോളജിക്കൽ, അതായത് ഓരോ റീജിയണ് സ്പെസിഫിക്, ചില സ്ഥലങ്ങളിൽ മാത്രം ഡ്രോട്ട്സ് കാണാറില്ലേ, അപ്പോൾ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രോട്ട്സിനെയാണ് മീറ്ററോളജിക്കൽ ഡ്രോട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചർ. അത് എന്തിനെയാണ് എഫക്റ്റ് ചെയ്യുക, ക്രോപ്സിനെ എഫക്റ്റ് ചെയ്യുന്ന, അഗ്രികൾച്ചർ സാധനങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു തരം ഡ്രോട്ട്. വെള്ളമില്ലാണ്ടിരിക്കുമ്പോൾ അഗ്രികൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഡ്രോട്ടിനെയാണ്
അഗ്രികൾച്ചറൽ ടൈപ്പായിട്ടുള്ള ഡ്രോട്ടായിട്ട് കണക്ക് കൂട്ടുന്നത്. തേർഡ് വൺ എന്താ? ഹൈഡ്രോളജിക്കൽ, ലോ വാട്ടർ ഇൻ സ്ട്രീംസ് ആൻഡ് റിസർവിയേഴ്സ്. ഈ റിസർവിയേഴ്സിലും സ്ട്രീമിലൊക്കെ എന്ത് ചെയ്യുക, വെള്ളം വളരെ കുറയുന്നതിനെ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട് എന്ന് പറയാം. പിന്നെ അടുത്തത് എന്താണ്? സോഷ്യോ എക്കണോമിക്, അതായത് മനുഷ്യന്മാരുടെ ഡിമാൻഡ് അധികമാവും, പക്ഷേ എന്താവും, വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ സോഷ്യോ എക്കണോമിക് ടൈപ്പ് ഓഫ് ഡ്രോട്ടാണ് അത് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇത് എക്കോസിസ്റ്റത്തിനെ തന്നെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ എന്താവും, അഗ്രികൾച്ചർ കുറയും അല്ലേ. പിന്നെ അതുപോലെ തന്നെ എക്കണോമിയെ ഹാർം ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യ ജന്മങ്ങളെയും എന്ത് ചെയ്യും, ഹാർം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? വൈൽഡ് ഫയേഴ്സ്, അതായത് കാട്ടുതീ എന്ന് പറയുന്നില്ലേ. ഫയേഴ്സ് ഇൻ റൂറൽ ഏരിയാസ് കോസ്ഡ് ബൈ ലൈറ്റ്നിങ്, ഹ്യൂമൻ ആക്ടിവിറ്റി ആൻഡ് വോൾക്കാനിക് ഇഗ്നീഷൻസ്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് വൈൽഡ് ഫയർ വരിക. ഓക്കെ, ഇത് പല ടൈപ്പിലുണ്ട്. ബ്രഷ് ഫയേഴ്സ്, ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് ഗ്രാസ് ഫയേഴ്സ്. ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? ഇത് പ്രോപ്പർട്ടിയെ നശിപ്പിക്കും. അതുപോലെ തന്നെ എക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ലൈക്ക് എയ്ഡിങ് പ്ലാന്റ് ഗ്രോത്ത് ഇൻ ഫയർ അഡാപ്റ്റഡ് എക്കോസിസ്റ്റംസ്. സിവിയറിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂവൽ അവൈലബിലിറ്റി, ഫിസിക്കൽ സെറ്റിംഗ് ആൻഡ് വെതർ കണ്ടീഷൻസ്. ഓക്കെ, ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ എഫക്റ്റ് എന്തൊക്കെയാണ് പറയുന്നത്? പ്രോപ്പർട്ടിയെ ഡിസ്ട്രക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ സിവിയറിറ്റി ഏതിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഫിസിക്കൽ സെറ്റിങ്ങും വെതർ കണ്ടീഷനൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ എഫക്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹെൽത്ത് ഇമ്പാക്റ്റ് എന്താണ്? സ്മോക്ക് കണ്ടെയ്ൻസ് ഹാംഫുൾ പൊല്യൂട്ടൻ ലൈക്ക് കാർബൺ മോണോക്സൈഡ്. ഇതിലെ സ്മോക്കിൽ ഈ പുകയുണ്ടാവുമല്ലോ, വൈൽഡ് ഫയർ വരുമ്പോഴുള്ള പുക, അതിൽ കൂടുതലുള്ള പൊല്യൂട്ടൻ്റെ ഏതാ? കാർബൺ മോണോക്സൈഡ് ആണ്. അതുപോലെ തന്നെ ഇത് വളരെയധികം ഹെൽത്ത് റിസ്ക് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു കാർബൺ മോണോക്സൈഡ്. പിന്നെ എക്സ്പോഷർ ആയിട്ട് ഇവിടെ പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഫയർ പ്രോക്സിമിറ്റി, ഡ്യൂറേഷൻ ആൻഡ് സിവിയറിറ്റി. സ്മോക്ക് എഫക്ട്സ് ദ റെസ്പിറേറ്ററി സിസ്റ്റം വൈൽഡ് റബ്ബീസ് ക്യാൻ കോണ്ടാമിനേറ്റ് സോയിൽ ആൻഡ് വാട്ടർ. ഇതുമൂലം എന്ത് ചെയ്യും? മനുഷ്യന്മാരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ തന്നെ ഇത് മോശമായ രീതിയിൽ ബാധിക്കാറുണ്ട്. ഡെബ്രിസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് കണ്ടാമിനേറ്റ് ചെയ്യുക? വെള്ളത്തിനെയും മണ്ണിനെയും കണ്ടാമിനേറ്റ് ചെയ്യുകയാണ് ഡെബ്രിസ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം സൈക്ലോൺ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് എയർ മാസസ്, ചുഴലിക്കാറ്റിലെ അതിനെയാണ് പറയുന്നത്. അറൗണ്ട് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ക്ലോക്ക് വൈസ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. എവിടെയൊക്കെയാണ് ഇവിടെ എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യും? നോർത്തേണിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനും പിന്നെ അതുപോലെ തന്നെ സൗത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് റൊട്ടേഷനുമാണ് ഇത് ചെയ്യുക. ഇതിൻ്റെ ടൈപ്പ് പോളാർ വോർട്ടിക്സ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ്, മെസോസൈക്ലോൺസ്, എങ്ങനെ 3 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ പിന്നെ ഫോർമേഷൻ റിക്വയർമെൻ്റ് ആയിട്ട് വാം സീ സർഫേസ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അറ്റോസ്മോഫിക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും, ഹൈ ഹ്യൂമിഡിറ്റി ആയിരിക്കും, പിന്നെ കൊറിയോലിസ് ഫോഴ്സ് ഉണ്ടാവും, എക്സിസ്റ്റിംഗ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ആൻഡ് ലോ വിൻഡ് ഷിയർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് പവർഫുൾ വിൻഡായിരിക്കും, അതുപോലെ തന്നെ ടൊറൻഷ്യൽ റെയിൻ, സ്റ്റോം സർജേഴ്സ് ആൻഡ് കോസ്റ്റൽ ഫ്ലഡിങ്. ഡാമേജ് പ്രൈമർലി എഫക്ട്സ് കോസ്റ്റൽ ഏരിയാസ്. ഇത് അധികം എഫക്റ്റ് ചെയ്യുക എവിടെയാണ്? കോസ്റ്റൽ ഏരിയാസിനെയാണ്. ഇൻലാൻഡ് റീജിയൻസ് മേ ഫേസ് ഫ്ലഡിങ് ഫ്രം ഹെവി റെയിൻസ്. ഇൻലാൻഡ് റീജിയൻസ് ഒക്കെ എന്ത് ചെയ്യാണ്? വെള്ളപ്പൊക്കമാണ് ഫേസ് ചെയ്യുക അമിതമായ മഴയുണ്ടാകുമ്പോൾ. സൈക്ലോൺസ് ഗെയിൻ സ്ട്രെങ്ത് ഓവർ വാം വാട്ടർ വെൻ വീക്കൺ ഓവർ ലാൻഡ്. സൈക്ലോൺസ് എപ്പോഴാണ് സ്ട്രെങ്ത് കൂടുതൽ വരിക? സൈക്ലോണിന് ചൂട് വെള്ളത്തിൻ്റെ മേലാണ് അല്ലേ. ആൻഡ് വീക്കൺ ഓവർ ലാൻഡ് വീക്കായിരിക്കുമ്പോഴും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിലാണ് ഇതിന് കൂടുതൽ സ്ട്രെങ്ത് വരാറുള്ളത്, ചൂടുവെള്ളത്തിന്. ഓക്കെ, ഓവർ വാം വാട്ടർ. ഇനി ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്താണ്? ഇതെന്ന് പറയുന്നത് പിന്നെ ഡിസീസ് എപ്പിഡമിക്സ് ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ആൻ ഇൻഫെക്ഷൻ ഡിസീസ്. ഓക്കെ, പകരുന്ന ഒരു രോഗത്തിൻ്റെ റാപ്പിഡ് സ്പ്രെഡിനെയാണ് ഡിസീസ് എപ്പിഡമിക്സ് എന്ന് പറയുക. ഇതൊരു ബയോളജിക്കൽ ഡിസാസ്റ്റർ ആണ്. ഇതെന്ത് ചെയ്യും? ലാർജർ പോപ്പുലേഷനെ വിത്തിൻ എ ഷോർട്ട് ടൈമിൽ തന്നെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ഹോസ്റ്റ് പോപ്പുലേഷൻ എക്കോളജി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ജനറ്റിക് ചേഞ്ചസ് ഇൻ ദ pathogen or the introduction of emerging pathogens, reduced host immunity below endemic equilibrium levels. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴും അതുപോലെ തന്നെ ജനറ്റിക് ചേഞ്ചസ് ഒക്കെയാണ് ഇവിടെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് എപ്പിഡമിക്സ് ആർ ലോക്കലൈസ്ഡ്
ബട്ട് മേ ബിക്കം പാൻഡമിക്സ് ഇഫ് ദേ സ്പ്രെഡ് അക്രോസ് കൺട്രീസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്. ഇത് അധികം ലോക്കൽ ഏരിയാസിൽ മാത്രമായിട്ട് നിൽക്കുമെങ്കിലും ചില സമയത്ത് ഇതൊരു പാൻഡമിക് തന്നെ ആയിട്ട് അക്രോസ് കൺട്രീസിലും കോണ്ടിനെൻറ്റ്സിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലാർജർ പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ട്രിഗർ എന്താണ്? കോണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ സപ്ലൈസ്, അല്ലെങ്കിൽ മൈഗ്രേഷൻ ഓഫ് ഡിസീസ് വെക്ടേഴ്സ്. അതായത് ഈ എലി, കൊതുകൊക്കെ പോലെയുള്ള ഡിസീസ് തരുന്ന കാര്യങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും ഇത് ട്രിഗർ ചെയ്യാം. സീസണബിലിറ്റി എന്താ? സെർട്ടൻ എപ്പിഡമിക്സ് ആർ സീസണൽ ഇൻ നേച്ചർ. അധികവും സീസണലായിട്ടാണ് രോഗങ്ങൾ പടരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പായ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്താണെന്ന് നോക്കാം. ഇത്രയും നേരം പറഞ്ഞത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ സബ് കാറ്റഗറീസ് ആണ്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് എമർജൻസീസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഇതെന്ന് പറയുന്നത് വയലൻസ്, പിന്നെ പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ സൊസൈറ്റിയൽ ആൻഡ് എക്കണോമിക് ഡാമേജ്, പിന്നെ അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ടു റിലീഫ് വർക്കേഴ്സ്, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡ്യൂ ടു പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി കൺസ്ട്രെയിൻസുമായിട്ട് സംഭവിക്കുന്ന ഒരുപാട് കോൺഫ്ലിക്റ്റിനെയാണ് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അവർ മനുഷ്യന്മാരായിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, വയലൻസ് ആയാലും പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും ഡാമേജ് ആയാലും എക്കണോമിക് ഡാമേജും സൊസൈറ്റിയൽ ഡാമേജും ഒക്കെ നമുക്ക് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്താം. സെക്കൻഡ് ടൈപ്പ് എന്താ? ഫെമൈൻ എന്ന് പറയുന്നത് ഒരു ഫുഡ് സ്കാർസിറ്റി കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് ലൈക്ക് ക്രോപ്പ് ഫെയിലിയർ ഓർ ഗവൺമെൻറ് പോളിസീസ് ലീഡിങ് ടു മാൽന്യൂട്രീഷൻ. അതായത് ഭക്ഷണം ഇല്ലാതിരിക്കുക. ഓക്കെ, അത് എന്താക്കാണ്? മാൽന്യൂട്രീഷൻ, അതായത് എല്ലാവരെയും സ്റ്റാർവേഷനിലേക്ക്, അതായത് പട്ടിണിയിലേക്കും, പിന്നെ അതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും എന്താവും? മാൽന്യൂട്രീഷൻ ആവും. അതായത് വേണ്ട തരത്തിലുള്ള വിറ്റമിൻസും കാര്യങ്ങളൊന്നും ആരുടെ ശരീരത്തിലേക്കും എത്തില്ല. അങ്ങനെ മോർട്ടാലിറ്റി കൂടും. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിക്ലെയർഡ് വെൻ 20% ഓഫ് ഹൗസ് ഹോൾഡ്സ് ഫേസ് എക്സ്ട്രീം ഷോർട്ടേജസ്. അതായത് 20% വീടുകളിൽ ഇപ്പോഴും എക്സ്ട്രീം ഷോർട്ടേജ് ഓഫ് ഫുഡ് ഉണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് മാൽന്യൂട്രീഷൻ എക്സീഡ്സ് 30% ആൻഡ് ഡെയിലി ഡെത്ത് റേറ്റ്സ് സർപ്പസ് 2 per 10,000 പീപ്പിൾ. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ഓഫ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. ഇതെന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ഇൻ മെക്കാനൈസ്ഡ് ട്രാൻസ്പോർട്ട് മോഡ്സ് ഓഫൺ ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഡാമേജ്. ഈ വണ്ടികൾ അടിച്ചിട്ടൊക്കെയുള്ള ആക്സിഡൻ്റ് ഒക്കെ ഇല്ലേ, അതിനൊക്കെയാണ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സിൽ ഈ ഇൻഡസ്ട്രീസ് കെമിക്കൽ പൊല്യൂട്ടൻ്റ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സിലും പറയാൻ വേണ്ടി പറ്റും. ഇത്രയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞതാണ്. ഇനി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നോട്ട്സും ബുക്കും കൂടി ഒന്ന് വായിച്ച് നോക്കുക. അപ്പം കുറച്ചും കൂടി പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഇപ്പോൾ ഈ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോട്ട്സ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.